ഈ ബിസിനസ് മേഖലയിൽ ഏറ്റവും ഞാൻ നേരത്തെ ചോദിച്ച ബിസിനസ് മേഖലയിൽ പല ബിസിനസ് ഉണ്ടല്ലോ. ഇതിലെല്ലാത്തിനും സമയം കണ്ടെത്തണല്ലോ. ഇപ്പം പുതിയൊരു ബിസിനസ് ഒരു പുതിയ ബിസിനസ് ഇപ്പൊ തുടങ്ങാൻ തീരുമാനിക്കുകയാണ്. അതെ. അതിന്റെ റൂട്ടുകൾ മൊത്തം പഠിക്കണമല്ലോ. പഠിച്ചിട്ട് കുറെ കാശ് ഉണ്ടാക്കിയിട്ട് ബാങ്കിൽ ഇട്ടിട്ട് ഞാനാണ് ഏറ്റവും വലിയ പണക്കാരെന്ന് പറയുന്നേക്കാളും നല്ലത്. അത് എന്തെങ്കിലും നമുക്ക് അറിയുന്ന സാങ്കേതികമായ അറിവുള്ള ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ കച്ചവടം അറിയുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ വേറെ സിനിമ എടുക്കാൻ കഴിവുള്ള ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ റീഡിങ്ങിൽ പിന്നെ എഴുതാനും കഴിവുള്ള ആൾക്കാർ, എന്തെങ്കിലും ഓരോരുത്തർക്കും ന്യൂനത. എല്ലാത്തിൻ്റെ അച്ചുതണ്ട് ഫൈനാൻസാണ്. അതെ അതെ. ഇപ്പം ഫിനാൻസിൻ്റെ ആൾക്കാരെ സമീപിക്കുക എന്നുള്ളത് അത് ഒരു ഇതാണല്ലോ, ഒരു കൾച്ചർ തന്നെയാണല്ലോ. അതിന് അപ്പോൾ അങ്ങനെ ആരെങ്കിലും കഴിവുള്ള ആൾ വന്നു കഴിഞ്ഞാൽ അവൻ്റെ കഴിവുകളും ഇതെല്ലാം നോക്കിയിട്ട് അവന് ഒരു വിലയിരുത്തും. ഇത്ര അവന് ഏതെല്ലാം രീതിയിൽ അവൻ പ്രവർത്തിക്കുന്ന ആളാണോ മടിയനാണോ എന്നൊക്കെ നോക്കി പല പ്രാവശ്യം ഒരു ചെക്കിങ് ഒക്കെ ഒരു 2-3 മാസം അവരങ്ങൾ നടത്തിയിട്ട് അവൻ്റെ കഴിവുകൾ മനസ്സിലാക്കിയാൽ അവൻ ആ ബിസിനസ് ഞങ്ങൾ ഒരു ഫൈനാൻസ് ഞങ്ങൾ കൊടുക്കും. അത് ഫൈനാൻസ് വെച്ചാൽ ഒരു 50% ആക്കിയിട്ട് അവന് കൊടുത്തിട്ട് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കും. അത് തീർച്ചയായിട്ടും നന്നായിട്ടുണ്ടാവും. പക്ഷെ അത് ചിലപ്പോൾ ഞങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ അത് ലേശം നെഗറ്റീവായിട്ട് കണ്ടാൽ അന്നേരം കട്ട് ചെയ്യും. അത് കട്ട് ചെയ്യും. പിന്നെ അങ്ങനെ അതുകൊണ്ട് ഞാൻ കഴിവുള്ള ആളുകൾ എൻ്റെ അടുത്ത് വന്നാൽ ഏത് തൊഴിലാണ് ഏത് ബിസിനസ്സിലാണ് കൂടുതൽ കഴിവുള്ളത് അവന് വന്നു കഴിഞ്ഞാൽ എല്ലാം എൻ്റെ അടുത്ത് ചേർക്കാൻ പറ്റും, എൻ്റെ അടുത്ത് ചേർക്കും. അല്ലെങ്കിൽ അവൻ്റെ ബിസിനസ് തനിയായിട്ട് ഇതിട്ട് തനിയെ ബിസിനസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് കണ്ടാൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കും. അതാണ് നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നതല്ലേ, കൃത്യമായി സെലക്ട് ചെയ്തിട്ട്. ഇവിടെ എത്രയോ കുട്ടികൾ ജോലിയില്ലാതെ കിടക്കുന്നുണ്ട്. നമുക്ക് ഭയങ്കര സങ്കടം ഉണ്ടാകും കാര്യത്തിൽ. ഇവിടെ എല്ലാ സാഹചര്യങ്ങളും ഇന്ന് കേരളത്തിലുണ്ട്. എല്ലാം ഇന്ന് പുറത്തേ പോകേണ്ട കാര്യമില്ല, അത്രയും സാഹചര്യം. പക്ഷേ ഇവിടുത്തെ ആ സാഹചര്യങ്ങൾ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല എന്നാണ്. കാരണം ഇവിടെ നിന്ന് പരിശ്രമിച്ചാൽ 10 രൂപ കിട്ടുമ്പോൾ ഫോറിൻ കൺട്രീസ് പോയാൽ 25 കിട്ടും. അപ്പോൾ എല്ലാം ഫോറിനിലേക്ക് പോവാണ്. അപ്പോൾ ഇവിടുത്തെ ബുദ്ധി പിന്നെ മാത്രമല്ല, ഇവിടെ ഏറ്റവും നല്ല പഠിച്ച് സാഹിത്യന്മാരും ഡോക്ടർമാരെല്ലാം തന്നെ ഇവിടെ നിന്ന് കിട്ടുമ്പോൾ 30,000-40,000 രൂപ ശമ്പളം കിട്ടുമ്പോൾ മറ്റിടത്തിൽ 2 ലക്ഷം 3 ലക്ഷം കിട്ടും. അപ്പോൾ എല്ലാവരും അങ്ങോട്ടേക്ക് പോവാണ്. അതുകൊണ്ട് എന്തായെന്നറിയോ, ബുദ്ധിമുട്ടലും മുഴുവനും നമ്മൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കത് ശമ്പളം കൊടുത്ത് നിർത്താനുള്ള സാമ്പത്തിക ശേഷിയില്ല. പക്ഷേ ഞാൻ ഇന്ന് ഇന്ത്യനെ പോലെ എത്രയും സമ്പൂർണമായ ഒരു രാജ്യം വേറൊന്നുമില്ല. തടസ്സങ്ങൾ എങ്ങനെയാണ് മാറ്റുന്നത്? തടസ്സങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് മാറ്റുന്നത്? തടസ്സങ്ങൾ നമ്മൾ എന്തും ഒരു കുട്ടി പിന്നെ ബഹളം ഉണ്ടാക്കുമ്പോൾ ആ കുട്ടി ബഹളം ഉണ്ടാക്കുമ്പോൾ അത് ഞാൻ അതിൻ്റെ വഴി പറയുന്നത്, ആ കുട്ടി ബഹളം ഉണ്ടാക്കുമ്പോൾ ഞാൻ പോയി അടിച്ചു കഴിഞ്ഞാൽ തടസ്സം തീരുമില്ല. പിന്നെയും കരഞ്ഞുകൊണ്ടിരിക്കും. അവനോട് എന്താ മോനെ വേണ്ടത്, ഇൻ്റെടാ എനിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അവന് സ്നേഹത്തോട്, അല്ല അവൻ കരയുമ്പോൾ നമ്മളും കരഞ്ഞാൽ എന്താണ് ഇവന് കരയുന്നതെന്ന് വിചാരിക്കും. മനസ്സിലായി. അവൻ കരയുമ്പോൾ നമ്മളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. അല്ലെ അവൻ്റെ ഫീലിങ്ങിന് നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് ചെയ്ത് കഴിയുമ്പോൾ ആ കുട്ടി സൈക്കോളജിക്കലായിട്ട് ഇങ്ങനെ നോക്കും, ഇവരെ മുഖത്ത് നോക്കും, ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കും. മുഖത്ത് നോക്കുമ്പോൾ എന്താ ഇവൻ കരയുന്നതെന്ന് നോക്കും. അവനങ്ങ് നിന്നു. അപ്പോൾ അവൻ്റെ പിന്നെ നിന്ന് കഴിഞ്ഞാൽ അവനോട് ടാക്ടിക്കായിട്ട് ഒരു മുട്ടായി അവൻ്റെ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അവന് കൊടുത്ത് അവനെ നമ്മൾ മാറ്റുക. ഇതാണ് ഏറ്റവും നല്ല വഴി. അതിപ്പോൾ ഒരാളെ അടിക്കാൻ വരുന്ന ആളോട് നമുക്ക് പറയാം എന്താ നമ്മുടെ പ്രശ്നം, എന്ത് കാര്യങ്ങൾ പറഞ്ഞാൽ ചെയ്യുന്നത് രണ്ടാമത്തെ കാര്യം. പക്ഷെ ആദ്യം അവൻ വരുന്ന ശക്തിയിൽ ഒന്ന് കുറപ്പിക്കുക. അതാ പറഞ്ഞ് ഓടുന്ന ബസ്സിൽ ഓടിക്കയറണം എന്ന് പറയും. ഓടുന്ന ബസ്സിൽ നമ്മൾ മുമ്പിൽ നിന്നിട്ട് നിൽക്കണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തട്ടി നമ്മളെ കേട്ടിട്ടും. പക്ഷെ ഓടുന്ന ബസ്സിൽ മെല്ലെ ഓടി അതിൽ കയറി കഴിഞ്ഞാൽ ആ ഡ്രൈവിംഗ് സീറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാം. മനസ്സിലായി? എങ്ങനെ ചെയ്യാം. അപ്പം ഓടുന്ന ബസ് ഓടിക്കയറുന്ന അതിൻ്റെ ആ വേഗതയിൽ നമ്മൾ അവരുടെ കൂടെ തന്നെ പോവുകയാണ്. ഇതൊക്കെയാണ് ഞാൻ പഠിച്ച ചെറിയ കാര്യങ്ങൾ. നമ്മൾ ഓരോ ചോദിക്കുമ്പോഴാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ കേരളത്തിനെ പറ്റി കുറ്റം പറയുന്ന സമയത്ത് കേരളത്തിൽ എങ്ങനെ നമുക്ക് ബന്ധപ്പെടുവാൻ സാധിക്കും എന്നാണ് നോക്കേണ്ടത്. മനസ്സിലായി. അത് ഏത് രീതി നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ ജോലി ചെയ്താൽ ജീവിക്കാൻ നല്ല സാഹചര്യം. പക്ഷെ അധ്വാനിക്കണം. ചെയ്യാൻ പറ്റില്ല. ഫോറിനെല്ലാം പോയിട്ട് ചിലപ്പോൾ വലിയ പ്രതീക്ഷിക്കും. എത്രയോ പോയിട്ട് തിരിച്ചു വരുന്ന ആൾക്കാരുടെ ലേബർ സ്ഥലം അവിടെ അത്ര സുഖമുള്ള കാര്യമൊന്നുമില്ല. നല്ലോണം കഷ്ടപ്പെട്ടാലേ അവിടെയും കിട്ടും. അപ്പോൾ നമ്മൾ അധ്വാനിക്കാനുള്ള നല്ല മനസ്സുണ്ടാവുക, നമ്മൾ പഠിച്ച് ആ കാര്യം സമഗ്രമായി പഠിച്ചിട്ട് അത് ചെയ്യാനുള്ള മനസ്സുണ്ടാവുക, ആത്മാർത്ഥമായി പണിയെടുക്കുക, തീർച്ചയായിട്ടും വിജയിക്കണം. ശത്രുക്കളില്ലേ? ശത്രുക്കൾ നമ്മൾ വിചാരിക്കരുത്. നമ്മുടെ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പം എല്ലാം ശത്രുക്കൾ, നമുക്ക് ജലസ് തള്ളിയ ആൾക്കാരാണ്. അപ്പോൾ ശത്രുക്കളായിട്ട് നമ്മൾ ഒരാളെ മാത്രമേ എൻ്റെ മുമ്പിൽ ശത്രുക്കളായിട്ട് കാണുന്നത്.
അത് അത് എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ പേരിലാണ്. ഉം. മനസ്സിലായില്ലേ? ഇപ്പോൾ ഞാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു ഭക്തനാണ്. ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനങ്ങളെ അതായത് മോശമാക്കിക്കല്ല, അല്ലെങ്കിൽ ആ ദർശനങ്ങളെ മാറ്റി അതിന് ആ ദർശനങ്ങളെ സമൂഹത്തിൽ കൊണ്ടുവരേണ്ട ആൾ, ഉത്തരവാദിത്തപ്പെട്ട ആൾ തന്നെ അത് നിഷേധിക്കുമ്പോൾ, അത് നിഷേധിച്ച് വേറെ ഒന്ന് അതിനെതിരായിട്ട് പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളത് പറയാതിരിക്കാൻ പറ്റില്ല. അത് ഞാൻ ഗുരുവിശ്വാസി ആയതുകൊണ്ടാണ്. കാരണം എല്ലാ ജാതിയും മതങ്ങളും എല്ലാം ഒന്ന്, അതായത് മതം ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് ഗുരുദേവൻ പറഞ്ഞിരിക്കുകയാണ്. മതം ജാതി ചോദിക്കരുത് പറയുന്ന, ജാതി വേണ്ടെന്നോ മതം വേണ്ടെന്നോ പറഞ്ഞില്ല, ചോദിക്കരുത്. മതം എന്നത് മനുഷ്യത്വമാണ്. മതം എന്നത് മനുഷ്യത്വമാണ്. ജാതി എന്ന മനുഷ്യജാതിയാണ്. ഇതിൽ വ്യത്യാസമില്ല. ഗുരു അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു 100 ബിസിനസ് ഉള്ള അടുത്ത് പോകുന്നു, ഒരു മീറ്റിങ്ങിൽ പോകുന്നു, എത്ര ആൾക്കാരുണ്ട്, അവരേത് മതവും ജാതി എന്നിട്ട് നമ്മൾ പോകുന്നത്. നമ്മൾ ഒരാൾ റോഡ് മേലെ വീഴുമ്പോൾ അത് കീഴ് ഇനി മതവും ജാതിയും നോക്കുന്നത് അതല്ല. അപ്പം നമുക്ക് ശരിക്കും മനസ്സിലായാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മുടെ ഏത് ജീവിതത്തിൻ്റെ ഓരോ ഭാഗങ്ങളും അതിനടിസ്ഥാനപ്പെടുത്തിയല്ല ജീവിക്കുന്നത്. സ്നേഹമാണ് ഏറ്റവും കാര്യം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്, എന്നെ സ്നേഹിക്കുന്നുണ്ട്, ആ സ്നേഹം ഉണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ ഒരു സഹോദരനാണ് നിങ്ങളെല്ലാം തോന്നിക്കഴിഞ്ഞാൽ അത് ഏത് ആൾ കണ്ടാലും നമുക്ക് സഹോദരമാണ്. ഇപ്പോൾ അതിനിടയിൽ വന്നപ്പോൾ എൻ്റെ ഒരു സ്വന്തം സഹോദരനായിട്ട് സ്നേഹിക്കാൻ പറ്റുമെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ സഹോദരൻ തന്നെയാണ്, അതിലൊരു മാറ്റവും ഇല്ല. ഇന്ന് നബിദിനത്തിൻ്റെ പിറ്റേ ദിവസമാണ്. ഒരു സഹോദര്യത്തിൻ്റെ ഏറ്റവും പാഠം പഠിപ്പിച്ചെന്ന് ഒരു പ്രവാചകനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് ഏത് വാക്കുകൾ, ഇതിപ്പം മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും പ്രവാചകന്മാരൊക്കെ സന്ദേശം ഒരു ജാതി ഒരു മതം ഒരു ദൈവം, അതായത് മനുഷ്യത്വം, എല്ലാവരും ഒന്നെന്നുള്ള മാത്രമേ അല്ല, എല്ലാവരും സ്നേഹിക്കുക എന്നാണ്. ഒരു മതം അവർ ഒരു ഘടനാറ്റെടുത്താൽ ഇന്ന രീതിയിലുള്ള മതമാണ് ഞങ്ങൾ, ആ മതത്തിന് നിങ്ങൾ ചേരുക. മറ്റുള്ളൊരു മതം മോശമാണെന്ന് ഒരു കാലത്ത് ഒരു മതവും പറയില്ല. എൻ്റെ മതം നല്ലതെന്ന് പറയും എന്നല്ലാതെ മതത്തിൻ്റെ കാര്യം പറയുന്നത് അങ്ങനെയാണ് പറയുന്നത്. അതായത് അങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്, നമ്മളൊക്കെ പഠിപ്പിച്ചു. അവിടെ മാത്രമേ ഈ നമ്മൾ ശ്രീനാരായണ ഗുരുവിന്റെ പാത പിന്തുടർന്ന് പോകുന്നു, ആ സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ അവിടെ മാത്രമേ ശത്രുക്കളുള്ളൂ. അവിടെ മാത്രം ശത്രുക്കളുണ്ടാകും. കാരണം അത് ശത്രു എന്നല്ല, അദ്ദേഹത്തെ അവർക്ക് വരുന്ന നഷ്ടങ്ങൾ, അതായത് നിങ്ങൾക്ക് കിട്ടേണ്ട, അതായത് സമൂഹത്തിന് കിട്ടേണ്ട പൈസ ഒരാളത് വലിച്ചെടുത്ത് സ്വന്തം സ്വാർത്ഥ താല്പര്യത്തോട് ഉപയോഗിക്കുമ്പോൾ അത് ഒരു അനീതിയാണത്. ഒരു സമൂഹത്തോട് ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ ഒത്തിരി ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇത്രയും ചോദിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി ശത്രു അതാണ് ഞാൻ ചോദിച്ചത്. അവിടെ ഞാൻ ശത്രുതാക്കിയിട്ടുണ്ടല്ലാതെ ഞാൻ എൻ്റെ ബിസിനസ്സുകാരുമായിട്ട് മറ്റൊരു തരത്തിൽ ആരോടും അതാണ് അതിന്റെ കൃത്യമായിട്ട്